ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇന്ന് നമ്മൾ യെരോബെയാം രാജാവിനെ പറ്റിയാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിഭജിത ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രഥമ രാജാവാണ് യെരോബെയാം എന്ന വ്യക്തി. 40 വർഷം വീതം ഇസ്രായേലിനെ ഭരിച്ച 3 രാജാക്കന്മാരാണ് ശൗൽ, ദാവീദ്, ശലോമോൻ. ശലോമോന്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ട് പിന്മാറിയത് കൊണ്ട് ദൈവം അവൻ്റെ രാജ്യത്തെ വിഭജിച്ചു കളഞ്ഞു. അതിന് കാരണമായി മാറിയ ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ട്. ശലോമോന്റെ കാലശേഷം തൻ്റെ മകനായ രെഹബെയാമിനെ 12 ഗോത്രങ്ങൾക്കും അഥവാ മുഴുവൻ ഇസ്രായേലിനും രാജാവാക്കി വാഴിച്ചു. ഇസ്രായേലിലെ മൂപ്പന്മാർ രെഹബെയാമിൻ്റെ അടുക്കൽ അഥവാ ശലോമോന്റെ മകന്റെ അടുക്കൽ ചെന്നിട്ട് അവരുടെ ഒരു ആവലാതി ഉണർത്തിച്ചു. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 4-ാം വാക്യം. നിന്റെ അപ്പൻ ഭാരമുള്ള നുഖങ്ങളെ ഞങ്ങളുടെ മേൽ വെച്ചു, നിന്റെ അപ്പൻ്റെ കഠിനവേലയും ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും നീ ഭാരം കുറച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. ഈ വലിയ ആവലാതി കേട്ട രെഹബെയാം രാജാവ് 3 ദിവസം കഴിഞ്ഞിട്ട് വരുവിൻ, മറുപടി തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം തൻ്റെ അപ്പൻ്റെ കാലത്ത് രാജസന്നിധിയിൽ നിന്ന് വൃദ്ധന്മാരോട് ഈ കാര്യം ആലോചിച്ചു. ഈ ചോദ്യത്തിന് നാം എന്തു മറുപടി കൊടുക്കണം എന്ന് ആലോചിച്ചു. ആ വൃദ്ധരായ മൂപ്പന്മാർ അവനോട്, നീ ഇന്ന് ഈ ജനത്തിന് വഴിപെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട രെഹബെയാം തൻ്റെ കൂടെ സഹകരിക്കുന്ന ചെറുപ്പക്കാരോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നു, ചോദ്യം വന്നിരിക്കുന്നു, നാം എന്ത് അതിന് മറുപടി കൊടുക്കണം? അവര് മറ്റൊരു ഉപദേശമാണ് രെഹബെയാമിന് നൽകിയത്. വാക്യം 10. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട്, എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകൾ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ ഉത്തരം പറയണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്താൽ നാളെ അവർ കൂടുതൽ ആവശ്യവുമായി വരും എന്ന ചിന്തയിലാണ് ഈ യൗവനക്കാർ ഇത്തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞിട്ട് ഇസ്രായേൽ മൂപ്പന്മാർ രെഹബെയാമിന്റെ അടുക്കൽ വന്നു. വൃദ്ധന്മാരുടെ ആലോചനയെ തള്ളിയിട്ട് ഈ യൗവനക്കാർ പറഞ്ഞ മറുപടി ജനത്തോടായി രെഹബെയാം അവതരിപ്പിച്ചു. അത് കേട്ട ജനം ക്ഷുഭിതരായി. വാക്യം 16. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കിയില്ലെന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനൻ രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? ഇശായിയുടെ മകങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവീൻ, ദാവീദെ നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. ജനം മനസ്സുകൊണ്ട് രെഹബെയാമിനെ വിട്ടുമാറി. അവർ വേറൊരു കാര്യം ചെയ്തു. ശലോമോന്റെ കാലത്ത് ശലോമോൻ പണിയിച്ച പട്ടണങ്ങളുടെ മേൽവിചാരകനായിരുന്ന ബഹുപ്രാപ്തിയുള്ള യെരോബെയാം എന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനെ പിടിച്ച് 10 ഗോത്രങ്ങൾക്ക് അവർ രാജാവാക്കി വാഴിച്ചു. അങ്ങനെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. യെരോബെയാം ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾക്ക് രാജാവായി. അതിനെ വടക്കേ രാജ്യം എന്നറിയപ്പെടുകയാണ്. രെഹബെയാം എന്ന ശലോമോന്റെ മകന് കേവലം 2 ഗോത്രങ്ങളെ ലഭിച്ചുള്ളൂ, യഹൂദ, ബെന്യാമിൻ. ആ 2 ഗോത്രങ്ങൾ ചേർന്ന് തെക്കേ രാജ്യം അഥവാ യഹൂദ്യ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം തന്നെ വളരെയധികം ആദരിച്ചുയർത്തി ഇത്ര മഹോന്നതമായ ഒരു സ്ഥാനത്ത് നിർത്തി. പക്ഷേ ഈ യെരോബെയാമിന്റെ മനസ്സിൽ ഒരു വൃഥാ ചിന്ത തോന്നി. അന്ന് യഹൂദന്മാരുടെ ആലയം നിലനിൽക്കുന്നത് യെരുശലേമിലാണ്. അത് തെക്കേ രാജ്യത്തുള്ള യഹൂദ്യയിലാണ്.
ആളുകളെല്ലാം വർഷത്തിൽ 3 പ്രാവശ്യം അവിടേക്ക് ആരാധനയ്ക്കായി പോകുക പതിവായിരുന്നു. ആവർത്തന പുസ്തകം 16:16. യൊരോബെയാം വഴിവിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഈ ജനം ഇവിടെ നിന്ന് അവിടെ ആരാധനയ്ക്ക് വേണ്ടി പോയാൽ രെഹബെയാം ഈ ജനത്തിന്റെ മനസ്സിനെ വശീകരിച്ച് തന്നെ കൊന്നുകളയുമോ, തന്റെ രാജസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഒരാശങ്ക തനിക്ക് തോന്നി. താൻ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. പണ്ടാരോ ഒരു തമാശ പറഞ്ഞതുപോലെ, ഒരാറിന്റെ അക്കരെ ഒരു പട്ടിയെ തൊടലേൽ കെട്ടിയിട്ടിരിക്കുക, ഇക്കരെ ഒരപ്പച്ചൻ നിൽക്കുന്നു. ഈ പട്ടി ഈ അപ്പച്ചനെ കണ്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങി. അപ്പച്ചൻ പെട്ടെന്ന് ചിന്തിച്ചു, അയ്യോ, ഈ ആറ് പെട്ടെന്നങ്ങ് വറ്റിപ്പോകുകയും പട്ടിയുടെ തൊടല് പൊട്ടിയും പോയാൽ പട്ടി വന്നെന്നെ കടിക്കുമല്ലോ എന്ന് കരുതി ഈ അപ്പച്ചൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കാലൻകുടയുടെ ആ ശീലയെല്ലാം പറിച്ചിളക്കി കളഞ്ഞ് ഒരു വടി ഉണ്ടാക്കിക്കൊണ്ട് നിന്നു. ആളുകൾ ചോദിച്ചു, എന്താ അപ്പച്ച ഇങ്ങനെ ചെയ്യുന്നത്? അയ്യോ, 6 വറ്റിയും പട്ടിയുടെ തൊടല് പൊട്ടിയും പോയാൽ പട്ടി വന്നെന്നെ കടിക്കുമ്പോൾ അടിക്കാൻ ഒരു വടി വേണ്ടേ? ഈ അപ്പച്ചന് തോന്നിയ വൃഥാ ചിന്ത പോലെയാണ് യൊരോബെയാമിനും ഇപ്പോൾ സംഭവിച്ചത്. ജനമാരാധനയ്ക്ക് അവിടെ പോയാൽ അവരുടെ മനസ്സ് രെഹബെയാമിലേക്ക് ചാഞ്ഞു പോയാലോ എന്ന മിഥ്യാ ചിന്ത കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. അവന്റെ മനക്കോട്ടയനുസരിച്ച് വൃഥാ സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി. യൊരോബെയാം എന്താണ് ചെയ്തത്? താൻ 3 കുടില തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒന്ന്, പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഒന്നിനെ ഇസ്രായേലിലെ ദാനിലും മറ്റൊന്നിനെ ബഥേലിലും പ്രതിഷ്ഠിച്ചു. ആ രാജ്യത്തിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വെച്ചിട്ട്, ഇതാണ് നിങ്ങളുടെ ദൈവം, ഇനി എല്ലാവരും ഇതിനെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു. തിരുവെഴുത്തിൽ വായിക്കട്ടെ, 1 രാജാക്കന്മാർ 12:27-28 വാക്യം. ജനം യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യെഹൂദാ രാജാവായ രെഹബെയാം എന്ന തങ്ങളുടെ യജമാനെങ്കിലേക്ക് തിരികുകയും അവർ എന്നെ കൊന്ന് യെഹൂദാ രാജാവായ രെഹബെയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ചിട്ട് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലെ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബഥേലിലും മറ്റതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി മാറി. തന്റെ രണ്ടാമത്തെ കുടില തന്ത്രം പൂജാഗിരി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പണ്ട് അഹരോന്റെ കാലത്ത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് മോശ വിളിച്ചപ്പോൾ ലേവ്യരാണ് ആ വിഗ്രഹാരാധനയിൽ വേർപെട്ടു നിന്നത്. ആ ലേവ്യരെയാണ് ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തത്. താൻ എന്ത് ചെയ്തതെന്നറിയാമോ? ലേവ്യരെ ഒഴിവാക്കി തനിക്ക് ബോധിച്ചവരെയൊക്കെ രാജാവാക്കി നിയമിക്കാൻ തുടങ്ങി. വാക്യം 31. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. 3. യഹൂദന്മാർക്ക് 7 ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങൾക്ക് പകരം താൻ തനിക്ക് തോന്നിയതുപോലെ സ്വമേധയാ ഉത്സവങ്ങൾ പ്രഖ്യാപിച്ചു. വാക്യം 32. യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യൊരോബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിയമിച്ചു. യാഗപീഠത്തിങ്കൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. ഈ കാര്യം അവന് പാപഹേതുവായി മാറി എന്നാണ് വായിക്കുന്നത്. തന്റെ രാജകീയ പദവി ഉപയോഗിച്ച് ജനത്തിന് മേൽ ഈ പാപം ചെലുത്തുകയാണ് ഉണ്ടായത്. ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരു ദൂത് പറയാം. ഒന്നുമില്ലായ്മയിൽ ദൈവം ഉയർത്തി ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന പലരും ഇന്ന് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. എന്നാൽ ഇതിനെല്ലാം മുകളിൽ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. 2, യൊരോബെയാമിന്റെ പാപം പിന്തുടർന്നവർ എന്നുള്ളതാണ്. യൊരോബെയാം ചെയ്തു വെച്ച ഈ പാപം പിൽക്കാലത്ത് ജനവും രാജാക്കന്മാരും ഒക്കെ പിന്തുടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യൊരോബെയാമിന് ശേഷം ഏതാണ്ട് 18ഓളം രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അതിൽ 12 പേരും യൊരോബെയാമിന്റെ ഈ പാപം പിന്തുടർന്നു എന്നാണ് വായിക്കുന്നത്. ഏകദേശം 165 വർഷം ഈ 8 രാജാക്കന്മാർ യൊരോബെയാം ഉണ്ടാക്കിയ കാളക്കുട്ടി ആരാധനയെ പിന്തുണച്ചുകൊണ്ട് ഭരണസാരഥ്യം തുടർന്നു. തിരുവെഴുത്തിൽ നിന്ന് ഞാൻ ആ വേദഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചു വിടാം. 1 നാദാബാണ്,
1 രാജാക്കന്മാർ 15:25-27 വരെയുള്ള വാക്യം. യൊരോബെയാമിന്റെ മകനായ നാദാബ് 2 വർഷത്തേക്ക് ഇസ്രായേലിൽ രാജാവായി. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവൻ തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. 2 ബയശ എന്ന മനുഷ്യനാണ്. 1 രാജാക്കന്മാർ 15:30-34 വാക്യം. ഈ നാദാബിനെ ബയശ കൊല്ലുകയും താൻ രാജാവാകുകയും ചെയ്തു. അവൻ 24 വർഷത്തേക്ക് രാജാവായി. പക്ഷേ അവൻ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാമിന്റെ പാപത്തിൽ നടന്നു. 3 അഹസ്യാവാണ്. ആഹാബിന്റെ മകനായ അഹസ്യാവ് 2 വർഷത്തേക്ക് രാജാവായി. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യൊരോബെയാമിന്റെ വഴിയിൽ നടന്നു. 4 ആഹാബിന്റെ മകനായ ഹോരാമാണ്. 12 വർഷത്തേക്ക് അവൻ രാജാവായി. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. 2 രാജാക്കന്മാർ 3:3. 5 യേഹുവാണ്. 28 വർഷം ഇസ്രായേലിൽ ഭരിക്കുകയും നല്ല കുറെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തവനാണ് യേഹു. എങ്കിലും യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയില്ല എന്ന് 2 രാജാക്കന്മാർ 10:29-31 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 6 യഹോവഹാസ് എന്ന രാജാവാണ്. യേഹുവിന്റെ മകനായ യഹോവഹാസ് 17 വർഷത്തേക്ക് ഇസ്രായേലിൽ രാജാവായി. അവൻ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. 2 രാജാക്കന്മാർ 13:20 വാക്യം. 7ാമത്തെ വ്യക്തി യോവാശാണ്. ഈ യഹോവഹാസിന്റെ മകനായ യോവാശ് ഇസ്രായേലിന് 11 വർഷത്തേക്ക് രാജാവായി. അവൻ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ സകല പാപങ്ങളെയും വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. 2 രാജാക്കന്മാർ 13:11. 8 യൊരോബെയാമാണ്. ഈ യോവാശിന്റെ മകനായ യൊരോബെയാം 41 വർഷത്തേക്ക് ഇസ്രായേലിൽ രാജാവായി. പക്ഷേ അവനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യൊരോബെയാം ഉണ്ടാക്കിയ കാളക്കുട്ടി ആരാധനയുടെ പിന്തുടർച്ചക്കാരനായി അവനും നിലനിന്നു. 2 രാജാക്കന്മാർ 14:24. 9 സെക്കരിയാവാണ്. ഈ യൊരോബെയാമിന്റെ മകനായ സെക്കരിയാവ് കേവലം 6 മാസത്തേക്ക് മാത്രമേ ഇസ്രായേലിൽ രാജാവായുള്ളൂ. എങ്കിലും അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യിച്ചു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയുമില്ല. 2 രാജാക്കന്മാർ 15:9. 10 മെനേഹാം എന്ന വ്യക്തിയാണ്. ഗാദിയുടെ മകനായ മെനേഹാം ഇസ്രായേലിന് 10 വർഷത്തേക്ക് രാജാവായി. അവൻ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല. 2 രാജാക്കന്മാർ 15:18. 11 പേക്കഹയ്യാവ്. ഈ മെനഹിന്റെ മകനായ പേക്കഹയ്യാവ് 2 വർഷത്തേക്ക് ഇസ്രായേലിൽ രാജാവായി. അവൻ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല എന്ന് 2 രാജാക്കന്മാർ 15:24 നമ്മൾ വായിക്കുന്നു. 12 പേക്കഹ് എന്ന മനുഷ്യനാണ്. രമല്യാവിന്റെ മകനായ പേക്കഹ് 20 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. അവനും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. 2 രാജാക്കന്മാർ 15:28. സഹോദരങ്ങളെ, നാം ലാഘവ ബുദ്ധിയോടെയോ കുരുട്ട് ബുദ്ധിയോടെയോ ആവിഷ്കരിക്കുന്ന ചില കുടിലമായ തന്ത്രങ്ങൾ പാപഹേതുവായി മാറരുത്. അത് വരുംകാല തലമുറ അതിനെ പിന്തുടരാനിടയാവരുത്. വരുന്ന തലമുറയ്ക്ക് നല്ല മാതൃകകൾ വെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ജനത്തെ സർവശക്തനായ ദൈവത്തിന്റെ സത്യാരാധനയിലേക്ക് നയിക്കാൻ നമ്മുടെ പ്രയത്നങ്ങൾ മൂലം സാധിക്കട്ടെ. യൊരോബെയാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത 4 പ്രവാചകന്മാരുടെ ശുശ്രൂഷകളാണ്. 1 അഹിയ പ്രവാചകന്റെ ശുശ്രൂഷയാണ്. അഹിയ പ്രവാചകൻ യൊരോബെയാമിനോടുള്ള ബന്ധത്തിൽ 2 പ്രധാന ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. 1 തന്റെ രാജ്യത്വം പ്രവചിച്ചതാണ്. ശലോമോന്റെ പട്ടണപ്പണിയുടെ മേൽവിചാരകനായി ഈ യൊരോബെയാം കഴിയുന്ന കാലത്ത് ഒരിക്കൽ ഒരു വയലിൽ വെച്ച് അഹിയ പ്രവാചകൻ യൊരോബെയാമിനെ കണ്ടുമുട്ടി. ദൈവത്തിന്റെ ആലോചന ഈ അഹിയ പ്രവാചകൻ യൊരോബെയാമിനെ അറിയിക്കുകയുണ്ടായി. അഹിയ പ്രവാചകൻ ധരിച്ചിരുന്ന ഒരു അങ്കി എടുത്ത് 12 വലിച്ചു കീറിയിട്ട് 10 കഷ്ണം നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇസ്രായേൽ എന്ന രാജ്യത്തെ ദൈവം 2 കീറി 10 ഗോത്രങ്ങളെ നിനക്ക് തരും എന്ന് അഹിയ പ്രവാചകൻ ദൂത് പറഞ്ഞു. ശലോമോൻ ഇതറിഞ്ഞു. ശലോമോൻ അവനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു. അവൻ
ജീവരക്ഷയ്ക്ക് വേണ്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ശലോമോന്റെ മരണം വരെ അവൻ മിസ്രൈമിൽ തന്നെ താമസിച്ചു. ശലോമോൻ മരിച്ച ശേഷം തിരിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് ഇസ്രായേലിലെ മൂപ്പന്മാർ ചെന്ന് ശലോമോന്റെ മകനായ രെഹബെയാമിനോട് നിന്റെ അപ്പൻ വെച്ച നുകത്തിന്റെ ഭാരം കുറച്ചു തരണമെന്ന് പറയുന്നത്. ആ ജനത്തോടുകൂടെ യെരോബെയാമും പങ്കുചേർന്നിരുന്നു. എന്താണ് സംഭവിച്ചത്? രെഹബെയാമിനെ തള്ളി, ഇശായിങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഓഹരിയുള്ളൂ, ദാവീദേ നീ നിന്റെ ഗ്രഹം കാത്തുകൊള്ളുക എന്ന് പറഞ്ഞ് ആ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയ ജനം ബഹുപ്രാപ്തിയുള്ള യെരോബെയാമിനെ രാജാവായി വാഴിച്ചു. അഹിയ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് അവനോട് പറഞ്ഞ പ്രവചനം ആ രാജകീയ പദവിയിലേക്ക് അവൻ അത്ഭുതകരമായി ഉയർത്തപ്പെട്ടപ്പോൾ കൃത്യമായത് നിവർത്തിയാവുകയാണ്. എന്നാൽ ഈ യെരോബെയാം ദൈവത്തെ വിട്ട് പിന്മാറി. ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരിക്കൽ തന്റെ മകനായ അബിയാവിന് ദീനം പിടിച്ചു. കുഞ്ഞിന് അസുഖം മൂത്ത് കഴിഞ്ഞപ്പോൾ യെരോബെയാം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ യെരോബെയാമിന്റെ ഭാര്യയാണെന്ന് ആരും അറിയരുത്. വേഷം മാറി നീ അഹിയ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകണം. ഞാൻ രാജാവാകുമെന്ന് പ്രവചിച്ച പ്രവാചകനാണവൻ. അദ്ദേഹം ഈ കുഞ്ഞിന് സൗഖ്യം വരുമോ എന്ന് ദൂത് പറയും. ആ സമയത്ത് അഹിയാവ് എന്ന പ്രവാചകൻ വളരെ വൃദ്ധനായി കണ്ണിന്റെ കാഴ്ച മങ്ങി വീട്ടിൽ കഴിയുന്ന കാലഘട്ടമാണ്. അബിയാവിന്റെ ഭാര്യ താൻ രാജ്ഞിയാണെന്ന് അറിയാത്ത രീതിയിൽ അഹിയാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവൾ വരുന്ന വഴിക്ക് തന്നെ ദൈവം അഹിയ പ്രവാചകൻ അക്കാര്യം അറിയിച്ചു. യെരോബെയാമിന്റെ ഭാര്യ വേഷം മാറി താൻ രാജാവിന്റെ ഭാര്യ അല്ല എന്ന് നടിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വരുന്നു. കുഞ്ഞിന് സൗഖ്യം കിട്ടുമോ എന്ന് ചോദിച്ചറിയാനാണ് അവൾ വരുന്നത്. അവളോട് അറിയിക്കേണ്ടുന്ന കഠിനമായ ഒരു ദൂത് ദൈവം അഹിയാവിന് വെളിപ്പെടുത്തി. അവൾ വീട്ടിലേക്ക് നടന്നു കയറി വരുന്ന അവളുടെ കാലൊച്ച കേട്ടപ്പോൾ, അവളെ കണ്ടില്ല, കാലൊച്ച മാത്രമേ കേട്ടുള്ളൂ. യെരോബെയാമിന്റെ ഭാര്യ ആ വീട്ടിനകത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദൂത് അഹിയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. തിരുവെഴുത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 രാജാക്കന്മാർ 14:6 വാക്യം. അവൾ വാതിക്കൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞതെന്തെന്നാൽ, യെരോബെയാമിന്റെ ഭാര്യയെ അകത്ത് വരിക, നീ ഒരു അന്യ സ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? കഠിനമായ വർത്തമാനം നിന്നോട് അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. നീ ചെന്ന് യെരോബെയാമിനോട് പറയേണ്ടത് എന്തെന്നാൽ. എന്തായിരുന്നു ദൂത്? ആ കുഞ്ഞ് കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങാതെ അവൻ മരിച്ചു പോകുമെന്നായിരുന്നു ദൂത്. അവൾ തിരിച്ചു ചെന്നു. അവളുടെ കാൽ പട്ടണത്തിലേക്ക് ചവിട്ടിയപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. എന്ത് സംഭവിച്ചു? വാക്യം 12. ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോക, നിന്റെ കാൽ പട്ടണത്തിൽ ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചു പോകും. ഇസ്രായേലൊക്കെയും അവനെ കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും. അടുത്ത വാക്യം. യെരോബെയാമിന്റെ ഗൃഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യെരോബെയാമിന്റെ സ്വന്തം സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. സഹോദരങ്ങളെ, പിൽക്കാല ചരിത്രത്തിൽ യെരോബെയാമിന്റെ ഈ ഏക മകൻ, അകാലത്തിൽ മരിച്ച ഈ ഏക മകനെ മാത്രമേ കല്ലറയിൽ അടക്കിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അതിദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ പ്രവാചകൻ ശെമയ്യ പ്രവാചകനാണ്. രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ശലോമോന്റെ മകനായ രെഹബെയാമിന് കേവലം 2 ഗോത്രമേ കിട്ടിയുള്ളൂ. ദാസനായ യെരോബെയാമിന് 10 ഗോത്രങ്ങൾ കിട്ടി. ഇതിൽ കുപിതനായ രെഹബെയാം എന്ന മകൻ ഒരു കാര്യം ചെയ്തു. അവൻ യഹൂദയിൽ നിന്നും ബെന്യാമീനിൽ നിന്നും 1,80,000 പട്ടാളത്തെ ശേഖരിച്ച് യെരോബെയാമിനോട് യുദ്ധത്തിന് പോകാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു. ആ സമയത്ത് ശെമയ്യാവെന്ന ഒരു ദൈവത്തിന്റെ ദാസന് ദൈവത്തിന്റെ ദൂത് ലഭിച്ചു. 2 ദിനവൃത്താന്തം 11:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ശെമയ്യാവ് ആ ജനത്തോട് പറഞ്ഞ ദൂത് കേൾക്കുക. നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട്. ശെമയ്യാവ് എന്ന പ്രവാചകൻ പറഞ്ഞ ദൂത് ജനം ഏറ്റെടുത്തു. രെഹബെയാമിന്റെ ജനം ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് പോകാൻ ശ്രമിച്ചെങ്കിലും ആ ദൂതനുസരിച്ച് അവർ പിന്മാറിപ്പോയി. യെരോബെയാമിനോട് ഇവിടെ ഒരു ദൂത് പറയാനുണ്ട്. യെരോബെയാമേ, നീ അറിഞ്ഞില്ലെങ്കിൽ പോലും നിനക്ക് നേരെ വന്ന
ആ യുദ്ധ മുന്നണിയെ പോലും തമ്പുരാൻ നിന്നോട് ദയ കാണിച്ച് പിന്തിരിപ്പിച്ചു വിട്ടതെങ്കിലും ഓർത്തിട്ടെങ്കിലും നീ കാളക്കുട്ടി ആരാധന എന്ന കൊടിയ പാപത്തിൽ നിന്ന് പിന്മാറേണമായിരുന്നു. ദൈവം അണിയറയിൽ ചെയ്ത മഹാത്ഭുതങ്ങൾ ഓർത്തെങ്കിലും ഞാനും നിങ്ങളും ദൈവത്തെ ദ്രോഹിക്കാതെ, ദൈവനാമം ദുഷിക്കാതെ, പാപത്തിന്റെ വഴികളിൽ തുടരാതെ ദൈവകൃപയിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്ന യൗവനക്കാരനായ ഒരു പ്രവാചകനാണ്. ഇസ്രായേലും യഹൂദിയും ഇന്ന് രണ്ടായി രാജ്യം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിലാണ് കാളക്കുട്ടി ആരാധന തുടരുന്നത്. യെരോബിയാമിനോട് ദൂത് പറയാൻ തെക്കേ രാജ്യത്ത് നിന്ന് അഥവാ യഹൂദിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഈ ഇസ്രായേലിലേക്ക് വന്നു. യെരോബിയാം കാളക്കുട്ടിയെ ആരാധിക്കുന്ന യാഗപീഠത്തിനരികെ നിൽക്കുമ്പോൾ ഈ ദൈവപുരുഷൻ യെരോബിയാമിന്റെ അടുക്കൽ ചെന്നിട്ട് നീ ചെയ്യുന്നത് കൊടിയ പാപമാണ് എന്ന് അവനെ ബോധവൽക്കരിച്ചു. മാത്രമല്ല, ഈ യാഗപീഠം രണ്ടായി കീറിപ്പോയി ഇതിലെ ചാരം തൂകിപ്പോകുമെന്ന് പറഞ്ഞു. അടുത്ത ദൂത്, ഈ യാഗപീഠത്തിന്മേൽ മനുഷ്യാസ്ഥികളെ ദഹിപ്പിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ദൂത് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? യെരോബിയാമിനെതിരെ ദൂത് പറയാൻ വന്ന ആ ദൈവദാസനെ പിടിക്കാൻ യെരോബിയാം കൈനീട്ടി. പക്ഷേ യെരോബിയാമിന്റെ കൈ വരണ്ടുപോയി. കൈ തിരികെ മടക്കാൻ കഴിയുന്നില്ല. യെരോബിയാം തൽക്കാലത്തേക്ക് മാനസാന്തരപ്പെട്ടു. എനിക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പ്രവാചകനോട് ആവശ്യപ്പെട്ടു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു. അവന്റെ കൈ നേരെയായി. യെരോബിയാം അവനോട് പറഞ്ഞു, നീ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരിക, ഭക്ഷിച്ചു പാനം ചെയ്തിട്ട് പോകാമെന്ന്. പക്ഷേ യഹൂദിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനൊരു ഭയനിർദ്ദേശം നൽകിയിരുന്നു, ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നീ പോകുന്ന യാത്രയിൽ ആരെയും വന്ദനം ചെയ്യരുത്, അവിടെ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യരുത്. ഈ ദൈവിക ആലോചന അവന്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് അവൻ യെരോബിയാമിനോട് പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് എന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാരനായ പ്രവാചകൻ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. യഹൂദയിൽ നിന്ന് വന്ന് പ്രവചിച്ച് ആ ചെറുപ്പക്കാരനായ പ്രവാചകൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളും സംഭവിച്ചു. യെരോബിയാം നോക്കി നിൽക്കുമ്പോൾ ആ യാഗപീഠം പിളർന്ന് അതിലെ ചാരം തൂകിപ്പോയി. മാത്രമാണോ, ഈ യാഗപീഠത്തിന്മേൽ വെച്ച് മനുഷ്യനെ യാഗം കഴിക്കുന്നുണ്ടെന്ന ഗതികേടും ഭാവിയിൽ സംഭവിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചതായി തിരുവെഴുത്തിൽ തെളിവുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യാഗപീഠം മുറിഞ്ഞു പോയത് 1 രാജാക്കന്മാർ 13:5 വായിക്കുന്നു. ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്ന് ചാരം യാഗപീഠത്തിൽ നിന്ന് തൂകിപ്പോയി. 2 രാജാക്കന്മാർ 23-14 മുതലുള്ള വാക്യങ്ങൾ. അവൻ വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവൻ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചു. അത്രയുമല്ല, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാം ബേഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു. പൂജാഗിരി അവൻ ചുട്ട് പൊടിയാക്കി. യോശിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ചു കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേലിട്ട് ചുട്ട് അത് അശുദ്ധമാക്കി കളഞ്ഞു. നാല്, ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വൃദ്ധനായ ഒരു പ്രവാചകനാണ്. അദ്ദേഹവും യഹോവയുടെ പ്രവാചകനായിരുന്നു. പക്ഷേ യെരോബെയാമിനോട് ദൂത് പറയാനുള്ള മനക്കരുത്ത് തനിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ദൂത് പറഞ്ഞാൽ തൻ്റെ ജീവന് ഹാനി വരും എന്നറിഞ്ഞത് കൊണ്ടാവാം ദൈവം യഹൂദയിൽ നിന്ന് ഒരു പ്രവാചകനെ അവിടേക്ക് അയച്ചത്. ഈ ചെറുപ്പക്കാരനായ യഹൂദയിൽ നിന്ന് വന്ന പ്രവാചകൻ ദൂത് പറയുകയും യാഗപീഠം പിളർന്നു പോവുകയും ഒക്കെ ചെയ്ത സംഭവം ഈ വൃദ്ധനായ ഇസ്രായേലിലെ പ്രവാചകന്റെ മക്കൾ അറിഞ്ഞു. മക്കൾ ഈ കാര്യം ചെന്ന് അപ്പച്ചനോട് പറഞ്ഞു. ആ വൃദ്ധനായ പ്രവാചകൻ മക്കളോട് ആ ചെറുപ്പക്കാരൻ ഇതുവഴിയാണ് പോയത് എന്ന് ചോദിച്ചു. കഴുതയ്ക്ക് കോപ്പിട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വൃദ്ധനായ പ്രവാചകൻ ഈ യൗവനക്കാരനായ യഹൂദിയിലെ പ്രവാചകൻ പോയ വഴിയെ തിരക്കി ചെല്ലുകയാണ്. തിരക്കി ചെല്ലുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഈ ചെറുപ്പക്കാരൻ വിശ്രമിക്കുന്നതായി താൻ കണ്ടു. വൃദ്ധനായ പ്രവാചകൻ ചെറുപ്പക്കാരനായ പ്രവാചകനെ തിരക്കി ചെല്ലുമ്പോൾ ഒരു കരുവേലകത്തിന് കീഴെ താൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. വൃദ്ധനായ പ്രവാചകൻ ഈ യൗവനക്കാരനായ പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനും യഹോവയുടെ ഒരു പ്രവാചകനാണ്. നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന്
നിനക്ക് അപ്പവും വെള്ളവും തരേണ്ടതിന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം അവൻ നിരസിച്ചു. കാരണം ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യരുതെന്നാണ്. വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞു, ദൈവം എന്നോട് ഇത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് തിരിഹിതം പോലും അന്വേഷിക്കാൻ ശ്രമിക്കാതെ ഈ ചെറുപ്പക്കാരൻ ദൈവാലോചനയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് ആ വൃദ്ധന്റെ പുറകെ പോയി. പക്ഷെ ആ വൃദ്ധൻ പറഞ്ഞതിനെ കുറിച്ച് തിരുവെഴുത്തിൽ ഒരു വചനമുണ്ട്. 1 രാജാക്കന്മാർ 13:18. അതിന് ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ ഫോഷ്കായിരുന്നു. ജൂനിയറിനെ പറ്റിച്ച സീനിയർ. ഈ വൃദ്ധനായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനെ വഞ്ചിക്കുകയായിരുന്നു. യഹോവയുടെ പ്രവാചകനായിരുന്നു എങ്കിലും അപ്പോൾ അവൻ പറഞ്ഞത് പ്രവചന ദൂതല്ല, മാനുഷികമായ ദൂതായിരുന്നു. അവൻ പറഞ്ഞതോ ഫോഷ്കായിരുന്നു. ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ വീട്ടിൽ വന്ന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വൃദ്ധനായ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരികയും അവൻ ആത്മാവിൽ ചെറുപ്പക്കാരനോട് പ്രവചിക്കുകയും ചെയ്തു. നീ ദൈവത്തിന്റെ കൽപ്പന മറുത്ത് മത്സരിച്ചതുകൊണ്ട് നിന്റെ ശവം കല്ലറയിൽ വയ്ക്കുകയില്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് ഒരു സിംഹം അവനെ എതിരിട്ടു. സിംഹം ആ ചെറുപ്പക്കാരനെ കീറിക്കളഞ്ഞു. ഇങ്ങനെ ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്നിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വൃദ്ധനായ പ്രവാചകൻ താമസിക്കുന്ന നാട്ടിൽ അറിയിക്കപ്പെട്ടു. അദ്ദേഹം മക്കളോട് പറഞ്ഞു കഴുതയ്ക്ക് കൂപ്പിട്ട് തരാൻ. അങ്ങനെ താൻ തിരക്കി ചെല്ലുമ്പോൾ വഴിയിൽ ഈ ചെറുപ്പക്കാരനെ ഒരു സിംഹം കടിച്ചു കീറിയിട്ടിരിക്കുന്നതായി കണ്ടു. പക്ഷേ സിംഹം അവനെ തിന്നിട്ടില്ല. അവൻ യാത്ര ചെയ്ത കഴുതയെ പോലും സിംഹം ആക്രമിച്ചിട്ടില്ല. ആ വൃദ്ധനായ പ്രവാചകൻ ചെന്ന് ആ ചെറുപ്പക്കാരന്റെ ശവമെടുത്ത് കഴുതപ്പുറത്ത് കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവന്റെ ശവം അവിടെ അടക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിച്ചത് യൊരോബെയാമിന്റെ ജീവചരിത്രത്തിൽ നിന്നായിരുന്നു. ശലോമോന്റെ പട്ടണപ്പണികളുടെ മേൽവിചാരകൻ മാത്രമായിരുന്ന ഈ ബഹുപ്രാപ്തിയുള്ള ചെറുപ്പക്കാരനെ അത്ഭുതകരമായി അഹിയാവിന്റെ പ്രവചന പ്രകാരം അവനെ രാജാവായി അഭിഷേകം ചെയ്തു. ഒന്നുമില്ലായ്മയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തെ അവൻ വിസ്മരിച്ച് അവന്റെ ഒരു മിഥ്യാചിന്തയുടെ അടിസ്ഥാനത്തിൽ ജനം യഹൂദിയിലേക്ക് പോകുമ്പോൾ ജനത്തിന്റെ മനസ്സ് രെഹബെയാം വശീകരിക്കുമെന്ന് വൃഥാ സ്വപ്നം കണ്ടിട്ട് ജനം ആരാധനയ്ക്ക് യെരൂശലേമിൽ പോകാതിരിക്കേണ്ടതിനായി ഇസ്രായേലിലെ ദാനിലും ബേഥേലിലും പൊന്നുകൊണ്ട് ഓരോ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി വെച്ച് ഇസ്രായേലിനെ കൊണ്ട് അവൻ പാപം ചെയ്യിച്ചു. 2, ആ പാപത്തിന്റെ വഴികൾ 12ഓളം രാജാക്കന്മാർ പിന്നീട് പിന്തുടർന്നു എന്നാണ് വായിക്കുന്നത്. 165 വർഷത്തോളം ആ പാപം പിന്നീട് ആളുകൾ പിന്തുടർന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. 4 പ്രവാചകന്മാരുടെ ശുശ്രൂഷകളായിരുന്നു. 1 അഹിയാവിന്റെ ശുശ്രൂഷ. യൊരോബെയാം രാജാവാകുമെന്ന് അഹിയാവാണ് പ്രവചിച്ചത്. യൊരോബെയാമിന്റെ കുഞ്ഞിന് അസുഖമുണ്ടായപ്പോൾ വേഷം മാറി നടിച്ചു കൊണ്ടുവന്ന യൊരോബെയാമിന്റെ ഭാര്യയോട് നിന്നോട് കഠിനമായ ദൂതറിയിക്കാൻ എനിക്ക് നിയോഗമുണ്ട് എന്ന് പറഞ്ഞ് നീ പട്ടണത്തിൽ തിരിച്ചു ചെന്ന് കാലി ചവിട്ടുമ്പോൾ നിന്റെ കുട്ടി മരിച്ചു പോകുമെന്ന് ദൂത് പറയുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. 2 ശെമയ്യാവിന്റെ ശുശ്രൂഷയാണ്. രെഹബെയാമിന്റെ 180,000 വരുന്ന പട്ടാളം യൊരോബെയാമിനോട് യുദ്ധത്തിന് പോകാൻ ഒരുമ്പെട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധത്തിന് പോകരുത്, ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പിന്തിരിച്ചയച്ചത് ശെമയ്യാവിന്റെ ശുശ്രൂഷയായിരുന്നു. 3 യഹൂദയിൽ നിന്ന് വന്ന ചെറുപ്പക്കാരനായ പ്രവാചകനാണ്. യൊരോബെയാം യാഗപീഠത്തിനരികെ നിൽക്കുമ്പോൾ കഠിനമായ ദൂതാണ് ചെന്ന് പറഞ്ഞത്. നീ ചെയ്ത അകൃത്യം മൂലം ഈ യാഗപീഠം പിളർന്നു പോകുമെന്ന്, ഈ യാഗപീഠത്തിന്മേൽ വെച്ച് മനുഷ്യാസ്ഥികളെ ചുടുമെന്നൊക്കെ പ്രവചിച്ചു. ചരിത്രത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചതായി നാം കാണുകയുണ്ടായി. 4 വൃദ്ധനായ പ്രവാചകനാണ്. ഈ യൗവനക്കാരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന് അപ്പവും വെള്ളവും കൊടുക്കുവാൻ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന ഭാവേന, ഒരു ഫോഷ്കിന്റെ ദൂത് എന്ന ഭാവേന അവനോട് ആലോചന പറഞ്ഞു. തിരുവെഴുത്തിൽ ദൈവാത്മാവ് അതേക്കുറിച്ച് രേഖപ്പെടുത്തി. അവൻ പറഞ്ഞതോ ഫോഷ്കായിരുന്നു. ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ആഹാരം കഴിക്കുമ്പോൾ ഈ വൃദ്ധനായ പ്രവാചകനിലൂടെ തന്നെ ദൂത് പറഞ്ഞു, നിന്നെ ദൈവം കീറിക്കളയുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചതായി നമ്മൾ കാണുന്നു. പ്രവചന ശുശ്രൂഷ
വളരെ ഗൗരവത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ്. പ്രവാചക ശുശ്രൂഷയ്ക്ക് ഞാൻ എതിരല്ല. ഇന്നും പ്രവാചക ശുശ്രൂഷ ഉണ്ട് എന്ന് ബലമായി വിശ്വസിക്കുകയും നിരവധി തവണ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. സാധുവായ എന്നിലൂടെയും ദൈവം പലപ്പോഴും ഇങ്ങനെ ദൂതുകൾ ജനത്തിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ ശുശ്രൂഷ വളരെ ഗൗരവത്തോടെ, തീഷ്ണതയോടെ, വിശ്വസ്തയോടെ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കത് ഗുണമായി തീരില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് പരാജയങ്ങൾക്ക്, പതനങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. തിരുവെഴുത്തിൽ നിന്നുള്ള ഒരു വചനം വായിച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.